بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറ, അതിലെ 34 മുതൽ 37 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുകയും അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സകല വസ്തുക്കളുടെയും നാമങ്ങളും ആ വസ്തുക്കളുടെ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും അവസാനം മലക്കുകളോട് ചെറിയൊരു പരീക്ഷ അല്ലാഹു നടത്തുകയും അതിൽ മലക്കുകൾ പരാജയപ്പെടുകയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സർവ്വനാമങ്ങളുടെയും പേരുകൾ പറയുകയും പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു. ഇതിനുശേഷം സാധാരണ നമ്മൾ കാണാറുണ്ട്, ഒരാൾ ഒരു ഉന്നത വിജയം നേടിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ആളുകൾ അവരെ ആദരിക്കാറുണ്ട്, ആദരവ് നൽകാറുണ്ട്. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദരവ് നൽകാൻ തീരുമാനിച്ചു. മലക്കുകളുടെ ഇടയിൽ വെച്ച് അല്ലാഹു മലക്കുകളോടായി പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ, ഏ മലക്കുകളെ, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യും. ആദമിനെ ആദരിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നോക്കണേ, ഒരു മനുഷ്യരുടെ ഉൽപ്പത്തി മലക്കുകളുടെ സുജൂദ് ഏറ്റുവാങ്ങിക്കൊണ്ടിട്ടാണ്. മനുഷ്യൻ എത്രമേൽ ആദരണീയനാണ്, മനുഷ്യൻ എത്രമേൽ ആദരിക്കപ്പെടേണ്ടവനാണ്, മനുഷ്യൻ എത്രമേൽ ബഹുമാനമുള്ളവനാണ്. ഈ ഒരൊറ്റ തെളിവ് മതി, ഈ ഒരൊറ്റ കാരണം മതി.
വെറുതെ അല്ല പറഞ്ഞതല്ല, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒന്നാമത്തെ ആദരവ് നോക്കണേ, മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്ത, സാഷ്ടാംഗം ചെയ്ത് ആദരിച്ചവരാണ് മനുഷ്യൻ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്തു. ഫസജദൂ, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ, ഇബ്ലീസ് സുജൂദിൽ നിന്ന് വിട്ടുനിന്നു. മാത്രമല്ല, അവൻ അഹങ്കാരത്തിന്റെ സ്വരം ഉയർത്തുകയും ചെയ്തു. വഖാന മിനൽ കാഫിരീൻ, അങ്ങനെ അവൻ സത്യനിഷേധികളിൽ പെട്ടുപോയി. നിഷേധികളായവരുടെ കൂട്ടത്തിൽ അവൻ പെടുകയും ചെയ്തു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന ഇബ്ലീസ് മൻ ഹയ്യ മിൻ ഇഹ്യാഇൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഇബ്ലീസ്. പക്ഷേ മലക്കുകളിൽപ്പെട്ടയാളല്ല. ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. പക്ഷെ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു ഇബ്ലീസിന്റെ സഹവാസവും ജീവിതവും ഒക്കെ. യുഖാലു ലഹും അൽ ജിന്ന്, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട, ഭൂതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? ഇബ്ലീസ്. ഖലഖൂ മിൻ നാരി സമൂം മിൻ ബൈനിൽ മലായിക, മലക്കുകളുടെ ഇടയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തി പ്രകാശിക്കുന്ന പ്രകാശ ഗോപുരമുള്ള തീ കൊണ്ടാണ്, അഗ്നി നാളം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇബ്ലീസിന്റെ സൃഷ്ടിപ്പും അങ്ങനെയാണ്. ഇബ്ലീസിന്റെ സൃഷ്ടിപ്പും അങ്ങനെയാണ്. തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മലക്കുകളോ പ്രകാശം കൊണ്ടിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പറയുന്നു തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആശയം, ഇബ്ലീസിന്റെ കണ്ണുകൾ, ഇവന്റെ നോട്ടം തീജ്വാലയായി നമുക്ക് കാണാൻ കഴിയും. തീജ്വാലയായി, തീ ആളിക്കത്തുമ്പോ പുറത്തേക്ക് വമിക്കുന്ന അതിന്റെ തീജ്വാലയുണ്ടല്ലോ, അതുപോലെയാണ് ആ കണ്ണുകളുടെ നോട്ടം എന്ന് പറയപ്പെടുന്നത്. വകാന ഇസ്മുഹു അൽ ഹാരിസ്, ഇബ്ലീസിന്റെ പേര് ഹാരിസ് എന്നായിരുന്നു. ഇബ്ലീസിന്റെ പേര് വിളിപ്പേരാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ ഒറിജിനൽ പേരെന്താണ്? ഹാരിസ്. വകാന ഖാസിനം മിൻ ഖസാനിൽ ജന്ന, ആളുടെ വലിയ ഡ്യൂട്ടിയുള്ള ആളായിരുന്നു. അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു. അത്രമേൽ പദവി ഉണ്ടായിരുന്ന ആളാണ് ഇബ്ലീസ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടയാൾ, മലക്കുകളുടെ കൂട്ടത്തിൽ കഴിഞ്ഞിരുന്നയാൾ, സ്വർഗത്തിന്റെ കാവൽക്കാരിൽപ്പെട്ട ഒരാൾ. ഇങ്ങനെ ഒരാൾ, ആ ആള് മാത്രം എന്തായി? സുജൂദിൽ നിന്ന് വിട്ടുനിന്നു. അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. ഇത് രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ഓതി കേട്ടു. എന്താ അയാൾ പറഞ്ഞ അഹങ്കാരത്തിന്റെ വർത്തമാനം? സൂറത്തുൽ ബഖറയിൽ അത് ചർച്ച ചെയ്യുന്നില്ല. അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞത് എന്താണ്? ഞാൻ എന്തിനാണ് സുജൂദ് ചെയ്യേണ്ടത്? ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ, നീ ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. കളിമണ്ണെന്ന് പറയപ്പെടുന്നത് ഏറ്റവും താഴ്ന്ന സ്വഭാവമുള്ള ഒന്നാണ് കളിമണ്ണെന്ന് പറയപ്പെടുന്നത്. തീ എപ്പോഴും ഉയർന്ന ആളി മുകളിലേക്കാണ് കത്തുക. അപ്പൊ ഉയർന്ന സ്വഭാവമുള്ള തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ആദമിന് സുജൂദ് ചെയ്യുകയോ, ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയോ? അത് ഒന്നും നടപ്പിലുള്ള കാര്യമല്ല.
അങ്ങനെ അഹങ്കാരത്തിന്റെ സ്വരം ആദ്യമായിട്ട് ഉയർത്തി. ഇബ്ലീസ് അഹങ്കാരത്തിന്റെ സ്വരം ഉയർത്തുകയുണ്ടായി. ലാ അസ്ജുദു ലഹു വ അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ, നീ എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അതുപോലെ തന്നെ ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോ ഒന്നാമത്തെ സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന, സ്വർഗത്തിലാണ് ഈ സംഭവം, സ്വർഗത്തിൽ വെച്ചിട്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്ന് സൃഷ്ടിക്കുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ പരിസരത്ത് സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്ന ഹാരിസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇബ്ലീസ് ഉയർത്തിയ രണ്ട് വാദം പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അവനേക്കാൾ ഞാൻ ഏറ്റവും ഉത്തമനാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അന ഖൈറും മിൻഹു, അവനേക്കാൾ ഉത്തമൻ ഞാനാണ്, അവന്റെ കുടുംബത്തിനേക്കാൾ മെച്ചപ്പെട്ട കുടുംബം ഞാനാണ്, അവനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ ഞാനാണ്, അവനാര് ഞാനാര്, ഈ ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാൻ പാടില്ല. ഈ ചിന്ത ആദ്യം ഉയർത്തിവിട്ടത് ആരാണ്? ഇബ്ലീസാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തത് അഹങ്കാരം എന്ന് പറയുക, കിബ്ർ, അഹങ്കാരം. ലോകത്ത് അഹങ്കരിക്കാൻ അർഹതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അഹങ്കരിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണ്? അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഖുദ്സിയായ ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കിബ്റു റിദാഇ, കിബ്ർ, അഹങ്കാരം, അഹംഭാവം എന്ന് പറയപ്പെടുന്നത് എന്റെ മേൽത്തട്ടമാണ്. ഞാൻ എന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന മേൽത്തട്ടമാണ് കിബ്ർ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ അടിമകളായ നിങ്ങൾ അത് എടുത്തിടാൻ വേണ്ടി പരിശ്രമിക്കരുത്. അത് നിങ്ങൾ എടുത്തിടരുത്, നിങ്ങൾക്ക് യോജിക്കുന്നതല്ല കിബ്ർ, അത് നിങ്ങൾ എടുക്കല്ലേ. അത് എന്റെ മേൽത്തട്ടമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇബ്ലീസിന്റെ പിഴവ് അവിടെയാണ്. ഒന്ന്, അന ഖൈറും മിൻഹു, ഞാൻ എന്തുകൊണ്ടിട്ടും ഉത്തമനാണ്, അവനാര്, ഞാനാണ് യോഗ്യൻ, ഞാനാണ് അതിന് ശ്രേഷ്ഠൻ എന്ന ചിന്താഗതി. രണ്ടാമത്, അവനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കളിമണ്ണ് കൊണ്ട്, എന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീ കൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവന്റെ മുന്നിൽ താഴുന്ന പ്രശ്നമില്ല, ഞാൻ അവന്റെ മുന്നിൽ കുനിയുന്ന പ്രശ്നമില്ല, ഞാൻ ഏറ്റവും ഉന്നതനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുക. ഇത് രണ്ടും ഇബ്ലീസിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് അഹങ്കരിച്ച് അതിൽ നിന്ന് മാറി നിന്ന പരീക്ഷയിൽ വിജയിച്ചു, അള്ളാഹു ആദരവും കൊടുത്തു. ഈ സമയത്ത് അഹങ്കരിച്ച് അതിൽ നിന്ന് മാറി നിന്നവനെ അള്ളാഹു തആല പുറത്താക്കി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് കൂടുതൽ വിശദീകരണം ഈ ഭാഗത്തേക്കില്ല, നമുക്കറിയാമല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇണയായി ഹവ്വയെ, ആദം നബിയുടെ വാരിയലിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അല്ലാഹു അവർ രണ്ടുപേരോടായിട്ടും അല്ലാഹു പറയുന്നു, വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന, ഹേ ആദമേ, നിങ്ങളും നിങ്ങളുടെ ഇണയും ഭാര്യയും ഒത്ത് നിങ്ങൾക്ക് വസിക്കാനുള്ള ഇടം ഇന്നു മുതൽ ഈ സ്വർഗമാണ്. അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ താമസിച്ചു കൊള്ളുക. വഖുലാ മിൻഹാ റഗദൻ ഹൈതു ശിക്തുമാ, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ യഥേഷ്ടം സുഭിക്ഷമായി നിങ്ങൾ ആഹരിച്ചു കൊള്ളുക. നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെന്തും സുഭിക്ഷമായി നിങ്ങൾ ആഹരിച്ചു കൊള്ളുക. പക്ഷേ വല തഖറബ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഷജറത്ത് എന്നാണ് പറയുന്നത്. ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെ എങ്ങാനും നിങ്ങൾ ആ വൃക്ഷത്തിലേക്ക് അടുക്കുകയും
ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഫലം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ അക്രമികളായി തീരും. പിന്നെ അക്രമം പ്രവർത്തിച്ചവർക്ക് സ്വർഗത്തിൽ പിന്നെ ഇരിപ്പിടമില്ല. അവരുടെ സ്ഥാനം സ്വർഗത്തിന്റെ വെളിയിലാണ്. നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കും, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. ഒറ്റ കണ്ടീഷനാണ്. അപ്പോ സ്വർഗത്തിൽ കണ്ടീഷൻ വെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾ സുഭിക്ഷമായി നിങ്ങൾ കഴിഞ്ഞോളി, നിങ്ങൾ രണ്ടാള് നല്ലതുപോലെ അടിച്ചു പൊളിച്ച് സ്വർഗത്തിൽ കഴിഞ്ഞോ, പക്ഷേ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷെ ഈ കാണുന്ന വൃക്ഷത്തിലേക്ക് മാത്രം നിങ്ങൾ അടുത്തു പോകരുത്. അതേത് വൃക്ഷമാണ്? സ്വർഗത്തിലെ ഏത് വൃക്ഷത്തിനോടാണ് അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞത്? വലിയ ചർച്ച മുഫസ്സിരീങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹ് നിരോധിച്ച സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല നിരോധിച്ച വൃക്ഷം എന്ന് പറയപ്പെടുന്നത്, കനി എന്ന് പറയുന്നത്, പഴം എന്ന് പറയപ്പെടുന്നത് അൽ കർമു, മുന്തിരിയാണ് എന്ന് പറയുന്നു. വേറെയും ചില മുഫസ്സിരീങ്ങൾ പറയുന്നു ഗോതമ്പാണെന്ന് പറയുന്നു. ചില മുഫസ്സിരീങ്ങൾ പറയുന്നു ഈന്തപ്പനയാണെന്ന് പറയുന്നു. അന്നഖ്ല, ഈന്തപ്പനയാണെന്ന് പറയുന്നു. എന്നാൽ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും യോഗ്യമായത്. കാരണം അതിൻ്റെ വള്ളികൾ പരസ്പരം പിണയുകയും എന്നിട്ട് അതിലൂടെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് അഭിപ്രായം പറഞ്ഞു, വിശദീകരണം പറഞ്ഞു. മുന്തിരിയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ അഭിപ്രായക്കാരനാണ്. അല്ലാഹു അഅലം ബിസ്സവാബ്. ഏത് വൃക്ഷത്തിലേക്ക് അടുക്കരുതെന്നാണ് അല്ലാഹ് പറഞ്ഞത്, ചർച്ചയാണ് പറഞ്ഞത്. എന്നിട്ടോ ഫഅസല്ലഹുമാ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ. അല്ലാഹുവിനോട് അഹങ്കരിക്കുകയും സുജൂദിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്ത, അല്ലാഹു സത്യനിഷേധികളുടെ കൂട്ടത്തിൽ എഴുതിത്തള്ളിയ ആ ഇബ്ലീസ് മനസ്സ് നിറയെ ആദമിനോടുള്ള പകയായി, വിദ്വേഷമായി, വൈരാഗ്യമായി. എങ്ങനെ ഉണ്ടാകാതിരിക്കും? സ്വർഗത്തില് അല്ലാഹു തആല താമസിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, സ്വർഗം കൊടുത്തിരിക്കുകയല്ലേ താമസിക്കാൻ. സ്വർഗത്തിന്റെ കാവൽക്കാരനായ ആളാകട്ടെ ഗെറ്റ് ഔട്ട് അടിച്ചു, പിന്നെ പകയുണ്ടാകാതിരിക്കുമോ? സ്വാഭാവികമാണ്. ഒരാൾക്കൊരു പരിഗണന കൊടുക്കുമ്പോ അത് എല്ലാവരും ആ പരിഗണനയെ അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയുണ്ട്, അത് മനുഷ്യ സഹജമാണ് കേട്ടോ. അങ്ങനെ പരിഗണിക്കണമെന്നില്ല ഒരാളെ പുകഴ്ത്തുമ്പോ. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മക്കളോടാണെങ്കിൽ പോലും നീതിയോടുകൂടി നിങ്ങൾ പെരുമാറണം. ഒരാളോടൊരു പ്രത്യേക സ്നേഹം, ഒരാളോടൊരു പ്രത്യേക സ്നേഹക്കുറവ്, ഒരാളെ വല്ലാതെ പരിഗണന, മറ്റൊരാളെ അവഗണന, ഇത് മക്കളുടെ നിങ്ങൾ കാണിക്കാൻ പാടില്ല. ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ അവരുടെ ഇടയിൽ തുല്യമായ സമീപനമായിരിക്കണം നിങ്ങൾ കൈവരിക്കേണ്ടത്, നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഇല്ല എങ്കിൽ എന്താ ഉണ്ടാകുക? അവരുടെ ഇടയിൽ ശത്രുതയുണ്ടാകും, സ്പർദ്ധയുണ്ടാവും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഏറെ കുടുംബത്തിലെ പ്രശ്നം എന്താ? ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ കുടുംബത്തിലെ പ്രശ്നം എന്താ? എന്നോടല്ല അത്തായ്ക്കും അമ്മായ്ക്കും വലിയ സ്നേഹം, അത് ഇളയ മോനോടാണ്, അവന്റെ കെട്ടിയോളോടുമാണ് വലിയ സ്നേഹം. എന്നെ പരിഗണിക്കാതെ, മൂത്തം പറയും, എന്നെ പരിഗണിക്കാതെ. നമ്മൾ വേസ്റ്റ്. അത്തായ്ക്കും അമ്മായ്ക്കും അവരോടാണ് വലിയ സ്നേഹം. ഞങ്ങളെ രണ്ടായിട്ടാണ് ഞങ്ങളെ കാണുന്നത്, രണ്ട് കണ്ണുകൊണ്ടാണ് കാണുന്നത്. ചിലപ്പോഴൊക്കെ മൂത്തവൻ ചോദിക്കും, എന്നെ എന്താ തവിട് കൊടുത്തിട്ടാണോ വാങ്ങിച്ചത്? നിങ്ങൾ അവനെ മാത്രമേ പ്രസവിച്ചോളൂ, എന്നെ നിങ്ങൾ തവിട് കൊടുത്തിട്ടാണോ വാങ്ങിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്ന തലത്തിലേക്ക് മക്കളുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാകും. സ്വത്ത് വിഭജനത്തിന്റെ വിഷയത്തിലായാൽ തന്നെ, പരിഗണിക്കുന്ന വിഷയത്തിലായാൽ തന്നെ മാതാപിതാക്കൾ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. മക്കളുടെ ഇടയിൽ നീതിയോടെ വേണം പെരുമാറാൻ. സമമായിട്ട് മക്കളെ കാണണം. ചിലപ്പോൾ ഇച്ചിരി സ്നേഹം ചെറിയ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ഇളയ ആളോട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ചിലപ്പോൾ മൂത്തവരോട് തോന്നിയേക്കാം. എങ്കിലും മക്കളുടെ മുന്നിൽ വെച്ചിട്ട് അത് പ്രകടിപ്പിക്കാൻ പാടില്ല. മക്കളുടെ മുന്നിൽ
പ്രകടിപ്പിക്കാൻ പാടില്ല, അപകടമായിരിക്കും. ഈ അപകടം ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഇബ്ലീസാണ്. ആദമിനെ അള്ളാഹ് പരിഗണിച്ചപ്പോ ആദമിനെതിരെ ശത്രുത മനോഭാവത്തോടുകൂടി ഇബ്ലീസ് നടന്നു. എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് പുറത്താക്കണം, എങ്ങനെയെങ്കിലും പുറത്താക്കണം. അവനെ അങ്ങനെ സ്വർഗത്തിൽ വസിക്കാൻ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ പെണ്ണുപിള്ളയായിട്ട് സ്വർഗത്തിൽ കഴിയൊന്നും വേണ്ട, അവനെ അവിടെ നിന്ന് പുറത്താക്കിയേ പറ്റത്തുള്ളൂ. പണിയെടുത്തു തുടങ്ങി. ആര് പണിയെടുത്തു? ഇബ്ലീസ് പണിയെടുത്തു തുടങ്ങി. അവസാനം ആ സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് ശൈത്താൻ അവരെ തെറ്റിക്കുകയുണ്ടായി. അവരുണ്ടായിരുന്ന ഇടത്ത് നിന്ന് അവരെ പുറത്താക്കി, സ്വർഗത്തിൽ നിന്നും അവരെ പുറത്താക്കി എന്നാണ് ഇവിടെ ഈ ആയത്തിൽ പറയപ്പെട്ടത്. വേറെ ആയത്തുകളിൽ നേരത്തെ ചർച്ച ചെയ്തു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ആ വിലക്ക് ലംഘിപ്പിക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചു. അടുക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്ന്, ഫലത്തിൽ നിന്ന് ആദമിനെ കൊണ്ട് ഭക്ഷിപ്പിച്ചു. അങ്ങനെ അവസാനം അവരെ ആദമിനെയും ഇടയെയും അവിടെ നിന്നും പുറത്താക്കി. അല്ലാഹു പറയുകയാണ്, കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകണം, ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം. നിങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകണം. ബഅ്ദുകും ലിബഅ്ദിൻ അദുവ്, നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, ശത്രുക്കൾക്ക് ഈ സ്വർഗത്തിൽ ഇടമില്ല. ഇവിടെ ശത്രുതയില്ല, ഇവിടെ വൈരാഗ്യമില്ല, ഇവിടെ വഞ്ചനയില്ല, ഇവിടെ അസൂയയില്ല, ഇവിടെ പകയില്ല, ഇവിടെ വെറുപ്പില്ല, ഇതൊന്നുമില്ല. അതിനുള്ള ഇടമല്ല സ്വർഗം. അതിനുള്ള ഇടം എവിടെയാണ്? ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? ഭൂമിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പോകാനുള്ള ഇടം ഭൂമിയാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ കുറച്ച് കാലം നിങ്ങൾക്ക് കഴിയാം, അതിനുള്ള താവളം ഭൂമിയാണ്. വമതാഉൻ ഇലാ ഹീൻ, കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് ഭൂമിയിൽ കഴിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോയി, ഇതിനുള്ള അവസരം ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇണയെയും അല്ലാഹു പുറത്താക്കി. ഖേദവശമത്താൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചില വചനങ്ങൾ അഭ്യസിക്കുകയും ആ വചനങ്ങളുമായി റബ്ബിനെ നിത്യേന കണ്ടുമുട്ടുകയും റബ്ബിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ് ആ വാക്ക്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ തെറ്റിൽ നിന്നും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ്, പൊറുക്കൽ തേടിയ വാക്കാണ്. ആ വാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പുറത്തു കൊടുത്തു. പഠിച്ചു വെച്ചോളിക്കുക. റബ്ബനാ ളലംനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അക്രമം ചെയ്തു പോയി. അല്ലാഹു പറഞ്ഞല്ലോ, ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുത്താൽ നിങ്ങൾ അക്രമികളായി പോകും, വാലിമീങ്ങളായി പോകും എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ആവർത്തിച്ചത് ദുആയിൽ. റബ്ബനാ ളലംനാ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി. ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ഫതകൂനാ മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടവാളികളായി പോകും, പരാജിതരായി പോകും അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളോട് അല്പം കരുണ കാണിക്കുകയും ചെയ്യണമേ. ആദം ഹവ്വ ദമ്പതിമാരുടെ പ്രാർത്ഥനയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവസാനം അല്ലാഹു എന്ത് ചെയ്തു? ഫതാബ അലൈഹി, പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. അപ്പോ
ആദം ഹവ്വ ഈ ഇണകൾ ചെയ്ത പാപം അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ. നേരെ ബൈബിളിന്റെ ഓപ്പോസിറ്റാണ്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ആദം ഹവ്വ, ഈ ചരിത്രം ബൈബിൾ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ആദം ഹവ്വ ദമ്പതിമാരുടെ ചെയ്ത ആ പാപത്തിന്റെ പരിഹാരമായി, ക്രിസ്തീയ വിശ്വാസമാണ്, പാപത്തിന് പരിഹാരമായി ആ പാപം മുഴുവൻ മനുഷ്യരിലേക്കും ഖിയാമത്ത് നാൾ വരെ, ലോകാന്ത്യം വരെ വരുന്ന മുഴുവൻ മനുഷ്യരിലേക്കും ആ പാപത്തിന്റെ കറകളും പേറിക്കൊണ്ടാണ് മുഴുവൻ മനുഷ്യരും ജന്മമെടുക്കുന്നത്. അവരുടെ മോചനത്തിന് വേണ്ടിയാണ് യേശു സ്വയം ക്രൂശിതനായത്. പാപപരിഹാര സിദ്ധാന്തം, പാപപരിഹാര സിദ്ധാന്തം, ഇതാണ് ഇവിടെ ഇസ്ലാമിക വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും ഈ വിഷയത്തിൽ ഡിഫറന്റ് ആകുന്നത്. അല്ലാഹ് അസന്നിഗ്ധമായി ഖുർആനിലൂടെ പ്രഖ്യാപിച്ചു, ഫതാബ അലൈഹി, തൗബയുടെ പശ്ചാത്താപത്തിന്റെ പൊറുക്കലിനെ തേടുന്നതിന്റെ വചനങ്ങളുമായി റബ്ബിനെ സമീപിച്ചപ്പോ അല്ലാഹ് പുറത്തു കൊടുത്തു. ആ പുറത്തു കൊടുത്ത പാപം അവിടെ തീർന്നു. പിന്നെ ആ പാപത്തിന്റെ അംശവും പേറിക്കൊണ്ടാണ് മനുഷ്യൻ ജന്മമെടുക്കുന്നത് എന്ന് പറയുന്നത് അബദ്ധം, ശുദ്ധ അബദ്ധം. എന്നിട്ട് അവരുടെ പരിഹാരത്തിന് വേണ്ടി, അവരുടെ പശ്ചാത്താപത്തിന് വേണ്ടി യേശു സ്വയം ക്രൂശിതനായി എന്ന് പറയുന്ന രണ്ടാമത്തെ അബദ്ധം. ഈ രണ്ട് അബദ്ധങ്ങൾ ക്രിസ്ത്യാനിറ്റി വിശ്വാസത്തിൽ, അഖീദയിൽ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.